ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലതവണ കൈപ്പിടിയിൽ നിന്നും വൈദിപ്പോയ ആ ഒരു സ്വപ്ന കിരീടം ഒടുവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് RCB. 18 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമായിരിക്കുന്നത്. കന്നി IPL ട്രോഫി നേടാൻ വേണ്ടിയിട്ട് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് RCB 191 റൺസിന്റെ വിജയലക്ഷ്യമാണ് PBKസിന് മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും അത് അത്രയൊരു മികച്ച സ്കോറാണ് ഈ ഒരു പിച്ചിലെന്നൊന്നും പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ആദ്യം ബാറ്റ് ചെയ്ത RCBയുടെ വിക്കറ്റുകൾ തുരുതുര വീണു പോകുമ്പോഴും വിരാട് കോഹ്ലി വളരെ സ്ലോ ആയിട്ട് മെച്യൂരിറ്റിയോടുകൂടി ക്രീസിൽ നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ട്. അതെ, ഗംഭീര സ്ട്രൈക്ക് റേറ്റിലൊന്നും അല്ലായിരുന്നു വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. പക്ഷേ RCBയുടെ സ്കോറിന് അടിത്തറ ഭാഗ്യ ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു കിങ് കോഹ്ലി കളിച്ചിട്ടുണ്ടായിരുന്നതും. അവസാനം വന്നുകൊണ്ട് ജിതേഷ് ശർമ്മ ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചെടുക്കുക കൂടി ചെയ്തപ്പോൾ RCB 190 എന്ന മോശമല്ലാത്ത സ്കോർ തന്നെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് PBKസിന് മുന്നിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ പേരുകെട്ട വമ്പൻ താരങ്ങൾ ബാറ്റിംഗ് നിരയിൽ അവകാശപ്പെടാനുള്ള PBKസിന് അനായാസമായി മറികടക്കാൻ സാധിക്കുമെന്ന് തോന്നിച്ചെങ്കിൽ കൂടി പക്ഷേ അതിന് RCB തടയിടുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയ ചില അപൂർവ സംഭവങ്ങൾ കളിക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പരിശോധിക്കുന്നതും. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയണം ഫിൽ സാൾട്ടിന്റെ ആ ഒരു ഗംഭീര ക്യാച്ചിനെ കുറിച്ച്. തീർച്ചയായിട്ടും അതുവരെ പഞ്ചാബ് കിങ്സിന് അനുകൂലമായി പോയിക്കൊണ്ടിരുന്ന കളിയുടെ ഗതി മാറ്റിയ ഒരു ക്യാച്ച് തന്നെയായിരുന്നു അത്. വലിയ റിസ്കുകൾ എടുക്കാതെ മുന്നേറിയ ആ ഒരു ജോഡി, അതായത് പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രൻ സിംഗും 43 റൺസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിൽക്കവേ RCB കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തുകയായിരുന്നു. ജോഷ് ഹെസൽവുഡ് എറിഞ്ഞ 5ാം ഓവറിലെ അവസാന ബോൾ പ്രിയാൻഷ് വീണു പോകുന്നു. ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ റണ്ണിംഗ് ക്യാച്ചിലൂടെയാണ് ഫിൽ സാൾട്ട് ആ ഒരു കിടിലൻ ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നതും. തീർച്ചയായിട്ടും പണ്ടത്തെ പോലെ അടിച്ചു കളിക്കാൻ മാത്രമല്ല എറിഞ്ഞു പിടിക്കാനും RCBക്ക് ഈ ഒരു സീസണിൽ അറിയാമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള അടിവരയിട്ട ഉദാഹരണങ്ങളിലൂടെ പല കളികളിലും നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഈ ഒരു ഫൈനലിൽ RCB നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നതും. അതുപോലെ തന്നെ അവർ കിരീടം ചൂടിയിരിക്കുന്നതും. കൃണാൽ പാണ്ഡ്യക്ക് കൈയടിച്ചേ പറ്റൂ. ഫൈനലിൽ RCB കിരീടം നേടിയതിൽ സുപ്രധാന റോൾ വഹിച്ച ഒരു താരമാണ് കൃണാൽ പാണ്ഡ്യ എന്നുള്ളത് എടുത്തു പറഞ്ഞാൽ മതിയാവൂ. കാരണം മധ്യ ഓവറുകളിൽ അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ബൗളിംഗ് പ്രകടനത്തിന് മുമ്പിൽ PBKസ് പലതവണ മുട്ടിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 4 ഓവറുകളിൽ വെറും 4.20 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 ബിഗ് വിക്കറ്റുകൾ വീഴ്ത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പഞ്ചാബിൻ്റെത് വളരെ മൂർച്ചയേറിയ ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് നിരയാണെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. പക്ഷേ വലിയ ഉത്തരവാദിത്തം കാണിക്കാതെ അനാവശ്യ ഷോട്ടുകൾ കളിച്ച് പല താരങ്ങളും ഈ ഒരു മത്സരത്തിൽ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് പഞ്ചാബ് കിങ്സിന്റെ വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര വലിയ റൺസ് ഒന്നും അല്ലായിരുന്നു ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നതും. ബട്ട് ക്രീസിൽ നിലയുറച്ചു നിൽക്കാൻ പല താരങ്ങളെയും RCBയുടെ ബോളർമാർ ഒട്ടും തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. പക്ഷേ ശശാങ്ക് സിംഗ് നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു അത്. പക്ഷെ എങ്കിൽ കൂടി RCBയുടെ മികച്ച ബോളിങ്ങിനെതിരെ ആ ഒരു ബാറ്റ് കൊണ്ടും മറുപടി പറയാൻ PBKസിന് സാധിക്കുമായിരുന്നില്ല. RCB കനക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. കിങ് കോഹ്ലി സമ്പൂർണ്ണനായിരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.